ഇന്നത്തെ ജനറേഷനിലെ കുട്ടികളിൽ കൂടുതലായിട്ടും കാണുന്നത് അവർക്ക് സ്ട്രെസ് ടോളറേറ്റ് ചെയ്യാനുള്ള പവർ വളരെ കുറവാണ്, അല്ലെങ്കിൽ റെസിലിയൻസ് പവർ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സൊസൈറ്റിയിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ ജീവിതം കമ്പയർ ചെയ്തിട്ടും, അല്ലെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈൽ പോലെ നമുക്കൊന്നും ആവാൻ പറ്റുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്നത് കൊണ്ടും അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫിൻ്റെ ക്വാളിറ്റി വളരെയധികം കുറഞ്ഞു കാണാറുണ്ട്. ഇത്തരം ആൾക്കാർ ഡിപ്രഷനിലോട്ടും ആങ്സൈറ്റിയിലോട്ടും നീങ്ങുന്നതും വളരെ പെട്ടെന്നായിരിക്കും. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാവരുടെ ജീവിതവും ഒരുപോലെ ആയിക്കൊള്ളണം എന്നില്ല. നമ്മുടെ സോഷ്യൽ മീഡിയയിലും മറ്റും കാണുന്ന ജീവിതങ്ങളെല്ലാം സത്യവും ആയിക്കൊള്ളണം എന്നില്ല. അവരവരുടെ ലൈഫിലെ ഏറ്റവും നല്ല ഭാഗങ്ങൾ മാത്രമാണ് ഷൂട്ട് ചെയ്തിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അതിൻ്റെയൊക്കെ പിന്നിൽ നമ്മുടെയൊക്കെ ജീവിതങ്ങൾ പോലെ, സാധാരണക്കാരെ പോലെ അവരുടെ ജീവിതത്തിലും ഒരുപാട് ഉയർച്ചകളും അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാളേറെ താഴ്ചകളും ഉണ്ടാവാം. അവരും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും ഹാർഡ് വർക്ക് ചെയ്തിട്ടും ആയിരിക്കാം ഒരു പക്ഷെ അവരുടെ ലൈഫ് ഇത്രയും നമ്മൾ കാണുന്ന രീതിയിലേക്ക് എത്തിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫിൽ ബാക്കിയുള്ളവരെ കമ്പയർ ചെയ്ത് നമ്മുടെ ജീവിതം ഇല്ലാണ്ടാക്കുന്നതിന് പകരം നമ്മൾ സ്കില്ലും നമ്മുടെ ക്വാളിറ്റീസും വെച്ചിട്ട് ആ ലൈഫിനെ എത്ര നന്നായിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റുമോ അത്രയും നന്നായിട്ട് ക്രിയേറ്റീവായിട്ട് ബിൽഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്.